ബിജെപി നേതാവ് ശ്രീ ടി പി ജയചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ടി പി ജയചന്ദ്രൻ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് വലിയ തരത്തിലുള്ള വിവേചനം കാണിക്കുന്നു. ഒരു കാൽ നൂറ്റാണ്ടെടുത്താൽ ഏത് തരത്തിലാണല്ലോ 90കളിൽ ധനകാര്യ കമ്മീഷൻ എടുത്തിരിക്കുന്ന നിലപാടുകളും ഇപ്പോഴും എന്നുള്ളത് ആ ക്രമാനുഗതമായി വിഹിതം, നികുതി വിഹിതമാണെങ്കിൽ ആളോഹരി വിഹിതം കണക്കാക്കുന്നതാണെങ്കിൽ അതെല്ലാം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനകത്ത് പറയുന്ന മാനദണ്ഡങ്ങൾ, അത് 2011 ജനസംഖ്യയാണെങ്കിൽ, പ്രതിശീർഷ വരുമാനമാണെങ്കിൽ, ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് കേരളം മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നാകെയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതിന് വിരുദ്ധവുമാണ്. ബിജെപി അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നീണ്ട ദശകങ്ങളോളം ഇതൊരു വലിയ തിരിച്ചടിയായി നിൽക്കുന്നത് മാറണമെന്ന് ബിജെപിയും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? കേരളം എന്റെയും കൂടി നാടാണ്. കേരളം വികസിക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കാൻ നമുക്കൊന്നും കഴിയില്ല. പക്ഷെ നമുക്കറിയാം, ധനകാര്യ കമ്മീഷൻ, ഇന്ത്യയിലെ സാമ്പത്തിക വിനിയോഗത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഭാരതം ഇക്കാലം അത്രയും തുടർന്നു പോരുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളുടെ അകത്തു നിന്നുകൊണ്ടാണ് ഓരോ സാമ്പത്തിക വർഷവും അല്ലെങ്കിൽ ഓരോ പഞ്ചവത്സര പദ്ധതികളിലും ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ധനവിനിയോഗത്തെക്കുറിച്ച് സർക്കാർ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിലെടുക്കുന്നതിൽ നിന്നും വ്യതിചലിക്കാൻ കേവലം ഒരു സർക്കാരിന് മാത്രമായിട്ട് കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, നമ്മൾ കാണുന്നത് ഭാരതത്തെ ദക്ഷിണേന്ത്യ, ഇന്ത്യ, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഇതിനെ ഒരു ഹോൾ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്ത ചില വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത്? കേരളത്തിന്റെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം, ഒരുപക്ഷെ ഭാരതത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിലായാലും, മനുഷ്യ വിഭവത്തിന്റെ കാര്യത്തിലായാലും, അക്ഷരാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും, ഇൻഫ്രാസ്ട്രക്ചർ നാം നേടിയ കാര്യത്തിലായാലും ഒക്കെ മുന്നോട്ട് പോകേണ്ട സംസ്ഥാനമാണ്. ടൂറിസത്തിന്റെ കാര്യത്തിൽ, ചികിത്സയിൽ നേടിയ നേട്ടങ്ങളുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഗൾഫ് പണം കേരളത്തിലേക്ക് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഒഴുകിയതിനേക്കാൾ ഒഴുകിയെത്തിനെ കുറിച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980കളിൽ കേരളത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തെക്കാൾ തുകയാണ് കേരളത്തിൽ നിന്നും പുറത്തു പോയിരുന്ന ഗൾഫ് മലയാളി ഉൾപ്പെടെ കേരളത്തിലേക്ക് അയച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ പരാജയപ്പെട്ടത് എവിടെയാണ് പറഞ്ഞ? ഈ തരം കാര്യങ്ങളെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് കേരളത്തിനെ കുറിച്ച് സുസ്ഥിരമായ ഒരു വികസന പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിൽ കേരളം പരാജയപ്പെട്ടു. പൊളിറ്റിക്കൽ അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം, സാമ്പത്തികമായുള്ള സമ്മർദ്ദങ്ങൾ തയ്യാറാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിലും കേരളം മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ ഒരുപാട് പുറകിൽ പോയി എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് നാം സുസ്ഥിര വികസനത്തെക്കുറിച്ചും കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ലഭ്യമായ വിഭവങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് കേരളത്തിന്റെ വിഷയങ്ങൾ. പക്ഷേ ശ്രീ ടി പി ജയചന്ദ്രൻ, അല്ല, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ഇത് കേരളത്തോട് മാത്രമുള്ള വിഷയമല്ല, ഇത് മൊത്തം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിഷയമാണ്. തിരുവനന്തപുരത്ത് ധനമന്ത്രിമാരുടെ കോൺക്ലേവ് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വികാര വിക്ഷോഭത്തിൽ അന്ന് പൊട്ടിത്തെറിച്ചത് കർണാടകമാണ്. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരെയാണ് അന്ന് പൊട്ടിത്തെറിക്കുന്നത്. കാരണം കർണാടകത്തോട് വലിയ തരത്തിലുള്ള വിവേചനം കാണിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ദേശീയ വരുമാനത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിഹിതം അത് 91-ൽ 23.2%, 2020-24 അത് 30.6%. അതായത് ഒരു കേന്ദ്രം പിരിക്കുന്ന നികുതിയുടെ ഒരു പ്രോക്സി, അതിൽ ദേശീയ വരുമാനത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം കൂടുതലാണ് വരുന്നത്. പക്ഷെ തിരിച്ചു കിട്ടുന്നത് ഇതിന്റെ വിഹിതം കുറയുകയാണ്. അങ്ങോട്ട് കൊടുക്കുന്നത് കൂടുകയും ഇങ്ങോട്ട് കൊടുക്കുന്നത് തുലോം കുറയുകയും ചെയ്യുന്ന സാഹചര്യം. ഇത് കേരളം മാത്രം പറയുന്ന വിഷയമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് മുഴുവനായിട്ട് കാണിക്കുന്ന വിഷയമാണ്. നോക്കൂ, തങ്ങളുടെ പോരായ്മകളും പരിമിതികളും കവച്ചു വെക്കാൻ ഇത്തരം ആരോപണം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഓരോ സംസ്ഥാനത്തു നിന്നും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തു നിന്നും നികുതി കൊടുക്കുന്നത് തിരിച്ചു കൊടുക്കുക എന്ന മാനദണ്ഡം കേരളത്തിന്റെ പെർസ്പെക്റ്റീവില് മലബാറിൽ നിന്നും പിരിക്കുന്ന നികുതി മലബാറിന് കിട്ടുന്നുണ്ടോ? കോഴിക്കോട് നഗരത്തിൽ നിന്നും കോർപ്പറേറ്റ് പരിധിയിൽ നിന്നും കിട്ടുന്ന നികുതി കോർപ്പറേറ്റ് തിരിച്ചു കൊടുക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ നികുതിയുടെ വിഭവങ്ങളുടെ പങ്കുവെക്കലിന്റെ ഈ മാനദണ്ഡം എന്ന് പറയുന്നത്. ഓരോ പ്രദേശത്തു നിന്നും കിട്ടുന്നത് പ്രദേശത്തിന് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ പെർസ്പെക്റ്റീവിലുള്ള വികസനമാണ് കാഴ്ചവെക്കേണ്ടത്. നോക്കൂ, കേരളത്തെ പോലെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ, കേരളത്തെ പോലെ തന്നെയുള്ള വികസന കാര്യങ്ങൾ നേടിയിട്ടുള്ള സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ, വിഭവങ്ങൾ കുറവുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ, ഈ കാര്യങ്ങളിലൊക്കെ പങ്കുവെക്കുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് മാത്രമായിട്ട് ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ അപർണ വിഭവങ്ങൾ പങ്കുവെക്കുന്നത്? അതിന് ഇന്ത്യ രാജ്യത്ത് നാം തുടർന്നു പോരുന്ന ചില പെർസ്പെക്റ്റീവുകളുണ്ട്. ഒരുപക്ഷെ എന്നെക്കാൾ അത് പറയാൻ കഴിയുന്ന ഒരു ധനകാര്യ വിദഗ്ധ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അത് കേവലം സ്വാഭാവികമായിട്ടും. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ ടി പി ജയചന്ദ്രൻ, ഒപ്പം അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി.